അസ്സലാമലൈക്കും ഗായ്സ്, അഫിയാഷി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ 5 പേരും നമ്മളുടെ ഫാമിലി ആയിട്ട് ആലപ്പുഴ ട്രിപ്പ് പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 5 മണിയായപ്പോൾ ട്രെയിനിൽ കയറി നമ്മൾ കുറേ റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഉമ്മിമാരും വാപ്പിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു സ്ഥലത്തും നമ്മളൊരു സ്ഥലത്തുമാണ് ഇരുന്നത്. പിന്നെ നമ്മൾ കുറേ റീൽസ് കാര്യങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം നമ്മളൊന്ന് ടയേർഡായപ്പോൾ നമ്മളൊന്ന് ഉറങ്ങി. അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തി ഗൈസ്. നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളെല്ലാവരും ഇങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഓട്ടോയിൽ കയറി നമ്മളെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് നമ്മൾ ഓട്ടോ മാമൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് അവർ ഇരിക്കാനായിട്ട് ഒരു റെസ്റ്റ് റൂം തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രഷ് ആവാനും കാര്യങ്ങളും. നമ്മൾ ബോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്. അതുവരെയ്ക്ക് നമുക്ക് റെസ്റ്റ് ആക്കാനാണ് ഈ സ്ഥലം തന്നിരുന്നത്. അതിനുശേഷം നമ്മൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ അവർ ബോട്ടിലോട്ട് കയറ്റി. നമ്മൾ എന്നിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല മസാല ദോശയൊക്കെ ആയിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ബോട്ടിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്ത് ഗൈസ്. ഫുള്ളൊന്ന് കറങ്ങി കണ്ടു. ഇവിടെ പാട്ടൊക്കെ ഇട്ട് ഒരേ പൊളിയാണ്. അതിനുശേഷം അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നമ്മളുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഉമ്മിമാരും എല്ലാവരും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കാണ്. അതിനുശേഷം അവർ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമ്മളിങ്ങനെ ഒരേ റീലെടുപ്പും മേളമൊക്കെ ആയിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വന്നു. നമ്മൾ 5 പേരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അതിനുശേഷം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തു. വാപ്പി നമുക്ക് പഠിപ്പിച്ചു തരാണ് എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത്. അഫിയായിരുന്നു അതിലെ മെയിൻ കഥാപാത്രം. അങ്ങനെ ഗൈസ് അതിനുശേഷം ഫുഡ് വന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. കരിമീനും കുറേ കറികളൊക്കെ ഉള്ള ഫുഡ്. അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ടയേർഡായി കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴാണ് നമ്മളുടെ അടുത്ത് കൂടെ ഒരു മാമൻ ഇങ്ങനെ സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്പീഡ് ബോട്ട് കയറാൻ ഭയങ്കര ആഗ്രഹമായി. നമ്മളെല്ലാവരും സ്പീഡ് ബോട്ടിൽ കയറി ഗൈസ്. അത് അടിപൊളിയായിരുന്നു, നല്ല വേറെ ലെവലായിരുന്നു. അതിനുശേഷം വന്നപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ടാറ്റ ബാബായി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. സന കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ബാക്കി എല്ലാവരും ഡ്രസ്സ് മാറ്റിയില്ല, അവൾ മാത്രം ഡ്രസ്സ് ചേഞ്ച് ആക്കിയെന്ന്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി നമ്മുടെ നാട്ടിലെത്തി. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി നമ്മൾ മന്തി കഴിച്ചു ഗൈസ്. മന്തിയൊക്കെ കഴിച്ച് നമ്മുടെ വയറൊക്കെ ഫില്ലായി. നമ്മളങ്ങനെ ടാറ്റ ബാബായി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിച്ചു. ബൈ.